Hi children, today's our topic is phylum Arthropoda. Distinct features of phylum Arthropoda, they are joint-legged animals and chitinous exoskeleton is present in them. That joint-legged animals. നമുക്ക് ഈ പിക്ചറിൽ കാണാം എല്ലാ ജീവികൾക്കും അവരുടെ legs are with certain joints and they are the largest phylum of kingdom Animalia. That is, over two-thirds of all known species are arthropods, especially the insects. അത്രയും അധികം ഇൻസെക്ട്സ് ലോകത്തെ ജീവികളിലെ ഒരു ടു-തേർഡും ഇൻസെക്ട്സ് എന്നാണ് പറയുന്നത്. ആൻഡ് ഹാർഡ് സ്കെലിട്ടൺ, എക്സോസ്കെലിട്ടൺ അതും കാണും അവർക്ക്, മെയ്ഡ് ഓഫ് കൈറ്റിൻ. ഓക്കെ, the next is about the general features. The general features പറയുമ്പോൾ നമ്മൾ പറഞ്ഞു they are around two-thirds of all known animals എന്ന് പറഞ്ഞപ്പോൾ they are the most dominant group of animals എന്ന് പറയുമ്പോൾ they are distributed all over the world. Then ഹാബിറ്റ്സ്, എന്തൊക്കെയാണ് അവരുടെ ഹാബിറ്റ്സ്? ഒന്ന്, ഈ ജോയിൻ്റ് ലെഗ്സ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, ജോയിൻറ്റഡ് ലെഗ്സ് ആൻഡ് കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ. ഈ ജോയിൻറ്റഡ് ലെഗ്സ്, ഈച്ച് ലെഗ് ഓർ അപ്പൻഡേജ് എന്നാണ് അതിന് പറയുക, അപ്പൻഡേജസ്. Appendage is made of many pieces and each piece is known as podomere. Many podomeres, they are joined together forming into a leg. And these legs are helpful for walking, swimming, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും അത്. ആസ് വെൽ ആസ് ഫോർ ഫീഡിങ് ഓൾസോ, അതിന് ഭക്ഷണത്തിന് ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തു കൊണ്ടുവരാനൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യും. ദെൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ, ബോഡി സിമെട്രി, ബിലാറ്ററൽ സിമെട്രി. ദെൻ ബോഡി പ്ലാൻ, ടു വിതിൻ ടു ബോഡി പ്ലാൻ. മാത്രമല്ല ഇവിടെ വന്നപ്പോഴേക്കും അത് കോയിൽഡ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ദെൻ സ്പെഷ്യൽ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഉണ്ട് ആൻഡ് സ്പെഷ്യൽ മൗത്ത് പാർട്സ് ഫോർ ഫീഡിങ് ഉണ്ട്. നമുക്ക് നോക്കാം, നിങ്ങൾക്ക് പ്രാക്ടിക്കലിനും കൂടി മാറ്റുന്ന ഒരു ഐറ്റാണിത്. ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കാനുണ്ട്. കോക്രോച്ച് ഡൈജസ്റ്റീവ് സിസ്റ്റം, മൗത്ത് പാർട്ട് ഒരു മേജർ പ്രാക്ടിക്കൽ ഐറ്റാണ്. അപ്പോൾ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് ആണ് ഇത്, കണ്ടോ? അതിൻ്റെ മൗത്ത് റീജിയനുമായി ലൊക്കേറ്റ് ചെയ്ത് കുറച്ച് പാർട്സ് ഉണ്ട്. ഈ പാർട്സ് ഒക്കെ വെച്ചിട്ടാണ് ദേ ടേക്ക് ഫുഡ്, ഗ്രൈൻഡ് വെൽ ആൻഡ് പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം ഫാളിങ് ഡൗൺ. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പാർട്സ് ആണത്. അഗെയിൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ഇലോങ്ങേറ്റഡ് ദാൻ ഇറ്റ്സ് ബോഡി ലെങ്ത്. അതിനേക്കാൾ കൂടുതൽ നീളമുണ്ട് ഇതിന്, അല്ലേ? അത് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോയിൽഡ്. അതിങ്ങനെ കോയിൽ ചെയ്ത് അറേഞ്ച് ചെയ്തേക്കണേ. കാരണം എന്താ, ഈ ആനിമൽസ് ആയപ്പോഴേക്കും അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഗ്ലാൻഡ്സ്, സ്പെഷ്യൽ ഗ്ലാൻഡ്സ് ഇതിൽ നിന്ന് അറ്റാച്ച് ചെയ്ത സ്പെഷ്യൽ ഗ്ലാൻഡ്സ് ഉണ്ടായി. ദീസ് ആർ ദ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്. ഹെപ്പാറ്റിക് സിക്കെ പറയും. അഗെയിൻ അനദർ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്, ദ സലൈവറി ഗ്ലാൻഡ്സ്. കണ്ട, സലൈവറി ഗ്ലാൻഡ് ഒക്കെ ഉള്ള ആളാണ് കോക്രോച്ച്. അഗെയിൻ സം മോർ ഗ്ലാൻഡ്സ് പ്രസന്റ് ഇൻ ദിസ് റീജിയൻ, ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ കാണും. അപ്പോൾ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ഉണ്ട്. പിന്നെ നോക്കൂ, ദീസ് ആർ ഹെയർസ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഫിലമെൻ്റൽ സ്ട്രക്ചേഴ്സ്. ഒരു ഹൺഡ്രഡ്സ് ഓഫ് ഫിലമെൻ്റൽ സ്ട്രക്ചേഴ്സ് ആർ പ്ലേസ്ഡ് ഹിയർ ആൻഡ് ഇറ്റ് ഈസ് ദർ എക്സ്ക്രീറ്ററി ഓർഗൻ. Then body condition, triploblastic body condition. That means 3 germ layers present and from each germ layer all the organs are developed. And then body cavity true coelomate ആണ്, but their body cavity is filled with blood, not red in color, filled with blood. And that blood filled cavity, that coelom, such a type of coelom is called hemocoelom, and that blood or fluid is called hemolymph. Then body organs are bathed in the fluid. Then respiration, ഇത് നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് റെസ്പിറേറ്ററി ഓർഗൻസ് അമംഗ് ആർത്രോപോഡ്സ്. അതുകൊണ്ട് ഈ പിക്ചേഴ്സ് ഒക്കെ ഓർമ്മിക്കാൻ എളുപ്പത്തിന് തന്നിട്ടുണ്ട്. ദീസ് ആർ ദ ബുക്ക് ഗിൽസ്.
ക്രാബിൻ്റെ ഒക്കെ ഞണ്ട് അതിൻ്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുറകുവശം മീൻസ് വെൻട്രൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ബുക്ക് വെച്ചേക്കണ പോലെ അറേഞ്ച് ചെയ്ത ഗിൽസ് കാണാനായിട്ട് സാധിക്കും. ബുക്ക് ഗിൽസ് പ്രസന്റ് ഇൻ ക്രാബ്. എന്നാൽ നമ്മൾ സ്പൈഡേഴ്സ് ആണെങ്കിൽ അതിൽ ബുക്ക് ലങ്സ് എന്നാണ് പറയുന്നത്. സ്പൈഡേഴ്സിൽ അതിൻ്റെ കാണുന്ന ബുക്ക് ലങ്സ് എന്ന് പറയും. എന്നാൽ നമ്മുടെ പ്രോണിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഈ ഒരു ഹെഡ് റീജിയനിലായിട്ട് ഗിൽസ് കാണാനായിട്ട് സാധിക്കും. ഗിൽസ് പ്രസന്റ് ഇൻ പ്രോൺ. അപ്പം പ്രോണിലും ക്രാബിലൊക്കെ ഗിൽസ് ആണെങ്കിൽ സ്പൈഡറിൽ അത് ബുക്ക് ലങ്സ് ആണ്. ഏറ്റവും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി സിസ്റ്റം കാണുന്നത് ഇൻസെക്ട്സിലാണ്. നമ്മുടെ കോക്രോച്ചിൽ കണ്ടോ ഈ കാണുന്ന ബ്രാഞ്ചഡ് ട്യൂബ്യൂൾസ്, അതിൻ്റെ പേര് ട്രക്കിയൽ സിസ്റ്റം, ട്രക്കിയോൾസ് എന്നാണ്. അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഒക്കെ കണ്ടോ സൈഡിലേക്കാണ് അതൊക്കെ ഓപ്പൺ ചെയ്തേക്കുന്നത്. ആൻഡ് ദാറ്റ് ഓപ്പണിങ്സ് ആർ കോൾഡ് സ്പൈറക്കിൾ എന്ന് പറയും. ആ സ്പൈറക്കിൾ, ത്രൂ ദ സ്പൈറക്കിൾ എയർ എൻ്റർ ഇൻ ടു ദീസ് ട്യൂബ്സ് ആൻഡ് ഫൈനലി റീച്ച് ഇൻ ടു ദ ഫ്ലൂയിഡ്, സിലോമിക് ഫ്ലൂയിഡ്, and can exchange gas to the fluid. Then a developed respiratory system present which help for the terrestrial mode of life. അതുകൊണ്ട് ഈ ആർത്രോപോഡയിൽ കുറേ പേര് ലാൻഡിലും ലോകത്തെ എല്ലായിടത്തും കാണുന്നത് ഇവരുടെ ഈ റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈവേഴ്സ് കൈൻഡ്സ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് പ്രസന്റ്. ദെൻ സർക്കുലേറ്ററി നോക്കി കഴിഞ്ഞാൽ സർക്കുലേറ്ററി ഇവിടെ നോക്കൂ, ട്യൂബുലാർ ഹാർട്ട് ഈസ് പ്രസന്റ് ഓൺ ദ ഡോർസൽ റീജിയൻ. പുറകുവശത്താണ് അതിൻ്റെ ഹാർട്ട് ഇരിക്കുന്നത്. നമ്മുടെ ഹാർട്ടൊക്കെ എവിടെ ഇരിക്കണേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹാർട്ട് പുറകിലാണ് കാണുന്നത്, പുറകുവശത്താണ്, ഡോർസലി അറേഞ്ച്ഡ്. ആൻഡ് ഇറ്റ് ഈസ് ട്യൂബുലാർ, നീളത്തിൽ ഇങ്ങനെ ഇരിക്കുക, ട്യൂബുലാർ. ചേംബേർഡ് ഹാർട്ട് ഈസ് പ്രസന്റ്. ആൻഡ് ഫ്രം ദ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഇതിൻ്റെ ആൻറ്റീരിയർ പോർഷനിലേക്കാണ്. ആൻഡ് ദാറ്റ് ബ്ലഡ് എൻ്റർ ഇൻ ടു ദ സീലോം, ഈ സീലോമിലൊക്കെ ഇങ്ങനെ നിറച്ച് ഫില്ലാവും. ഫൈനലി ഇറ്റ് അഗെയിൻ എൻ്റർ ഇൻ ടു ദ ബ്ലഡ് ത്രൂ സർട്ടൺ ഓപ്പണിങ്സ്. അങ്ങനെ ഒരു ഫ്ലോ ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ഒക്കേഴ്സ് ഇൻ ദ arthropods. And blood-filled spaces are present here. That is, blood not only flows through closed blood vessels, it is open at intervals, and blood-filled spaces are formed. Hence, which type of circulation present? Open type circulatory systems present. Open type circulatory system present. Okay. ദെൻ എക്സ്ക്രീറ്ററി ഓർഗൻ നമ്മൾ നേരത്തെ പറഞ്ഞു, മാൽപീജിയൻ ട്യൂബുകൾ കണ്ടില്ലേ കോക്രോച്ചിൽ, അതുപോലെ പ്രോൺ അതിൻ്റെ തലഭാഗത്തായിട്ടാണ് ഗ്രീൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് എക്സ്ക്രീറ്ററി ഓർഗൻ ഉള്ളത്. അപ്പോൾ ഈ രണ്ട് നെയിം പഠിച്ചിരിക്കണം. റീപ്രൊഡക്ഷൻ മോസ്റ്റ്ലി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് സാധാരണ നടക്കുക. ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ തന്നെ സെക്സസ് ആർ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഡൈഷ്യസ്, യൂണിസെക്ഷൽ എന്നൊക്കെ പറയില്ലേ. മാത്രമല്ല സെക്സസ് ആർ മോർഫോളജിക്കലി ഷോ ഡിഫറൻസസ്. അപ്പോൾ സെക്ഷൽ ഡൈമോർഫിസം പ്രസന്റ്. മെയില് ഫീമെയില് ഡിഫറെൻ്റ് ആയിട്ട് എപ്പിയറൻസിൽ തന്നെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം നോക്കൂ, ഇതൊരു മെയിൽ കോക്രോച്ചിൻ്റെ അബ്ഡമനാണ്, ഇത് ഫീമെയിൽ കോക്രോച്ചിൻ്റെ അബ്ഡമനാണ്. ഒരു ചെറിയ വ്യത്യാസം കാണുന്നില്ലേ? പുറത്തേക്ക് കാണുമ്പോൾ സെർട്ടൺ hairs like structures are present in the male, but in female that like structure is absent. അപ്പം ഇനി ഇതിൽ വേറെയും കുറേ ഡിഫറൻസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പിന്നീട് നിങ്ങൾ പഠിക്കും. ഇപ്പം ജസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യാണ്. മെയിൽ ഫീമെയിൽ ഷോ എക്സ്റ്റേണൽ ഡിഫറൻസസ്, ഹെൻസ് ദേ സെക്ഷൽ ഡൈമോർഫിസം പ്രസന്റ് എമംഗ് കോക്രോച്ചസ്. പിന്നെ അപ്പം മെയിൽ സെക്സ് ഓർഗൻസ് ഒരു മെയിലിലും ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഫീമെയിലും ആയിരിക്കും. അതിന് വേറെ വേറെയാണ് സെക്സ് ഓർഗൻസ് ആർ പ്രസന്റ്. ദെൻ ദ സെക്സ് മെയിൽ പ്രൊഡ്യൂസ് ദ സ്പേം ആൻഡ് ദാറ്റ് സ്പേംസ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. അതിൻ്റെ ഇവിടെ കൊണ്ടുവന്നത് ഡെപ്പോസിറ്റ് ചെയ്യും വിത്ത് certain copulatory mating structures, and it deposited mating is occurs among the cockroaches, and it deposited the sperms in the female genital tract, and where it is stored, and finally the ovum when released, that ovum is fertilized with the sperm, and where fertilization occurs as inside the body of the female. Then which type of fertilization? Internal fertilization. And here arthropods are the
ആനിമൽസ് വിച്ച് ആർ വെരി വെൽ അഡാപ്റ്റഡ് ഫോർ ടെറിസ്ട്രിയൽ മോഡ് ഓഫ് ലൈഫ്. നമ്മൾ നേരത്തെ ട്രക്കിയൽ സിസ്റ്റം പറഞ്ഞു. അതുപോലെ തന്നെ വരുന്ന വേറൊരു പ്രത്യേകതയാണ് ഈ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ കൊണ്ട് എന്താ, അപ്പൊ അതിന് വെള്ളത്തിന്റെ അളവ് കുറവും മതിയല്ലോ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അതിന്റെ ശരീരത്തിനകത്താണ്. അപ്പോൾ ഇറ്റ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ വാട്ടർ ഫോർ ദ ഫെർട്ടിലൈസേഷൻ. അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ നടക്കുന്ന എല്ലാ ജീവികളും അത് എക്വാട്ടിക് മോഡ് ഓഫ് ലൈഫ് ആവശ്യമുള്ളവരായിരിക്കും. കണ്ട, അപ്പോൾ ടെറിസ്ട്രിയൽ ലൈഫിന് വേണ്ടിയിട്ട് ജീവികളുടെ ഇടയിൽ ഒരു മോഡിഫിക്കേഷൻ ആണത്. അതുപോലെ തന്നെ നമ്മളിതിന്റെ എന്താണ് എക്സോസ്കെലിട്ടൺ, ഒരു ഹാർഡ് എക്സോസ്കെലിട്ടൺ പറഞ്ഞു. അപ്പൊ എന്താ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് അത്രയും ഹാർഡ് എക്സോസ്കെലിട്ടൺ വേണമെന്നില്ല. പക്ഷെ കരയിലേക്ക് ജീവിക്കാൻ വരുമ്പോഴേക്കും അതിനൊരു ഹാർഡ് എക്സോസ്കെലിട്ടൺ ഉള്ളത് കൊണ്ട് അതിന് എന്താണ് വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ അപ്പൻഡേജസ്, വേഗം ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന അപ്പൻഡേജസ് അല്ലേ, കുറച്ച് കാലുകൾ, ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കാലുകൾ, അങ്ങനെ ശരീരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാലുകൾ, അതൊക്കെ ഇതിന്റെ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ആണ്. അതുപോലെയാണ് ഈ ഇന്റേണൽ ഫെർട്ടിലൈസേഷനും. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ പറയുന്നില്ല, പക്ഷെ എന്നാലും നമ്മുടെ ഈ മോഡിഫിക്കേഷൻസ്, ഒരു ആനിമലിന്റെയും ഡെവലപ്മെന്റിൽ വന്ന മോഡിഫിക്കേഷൻസ്, കോംപ്ലിക്കേഷൻസ് നമ്മൾ ഒപ്പം അതുകൂടി നമ്മൾ ഓർത്തോർത്ത് പോകണം. ദെൻ ഹിയർ നമ്മൾ പറഞ്ഞു ദാറ്റ് ഫെർട്ടിലൈസേഷൻ ഇന്റേണലി ആൻഡ് ഫൈനലി ദേ ലേ എഗ്സ്. നോക്കൂ, ദേ കോക്രോച്ചിന്റെ എഗ് ആണ് ഇത്, കണ്ട, കോക്രോച്ച് എഗ്സ്. ഓക്കെ, ഇതിൽ ധാരാളം എഗ്സ് ഉണ്ടാവും. ആൻഡ് ദേ ഹാച്ച്ഡ് ഇൻ ടു ദ larva. In certain cases larva resembles adult but no wings as well as the reproductive organs are not developed. അതുകൊണ്ടാണ് അതിന് ലാർവ എന്ന് പറയുന്നത്. അപ്പോൾ കോക്രോച്ചിന്റെ ഒക്കെ ലാർവനെ നിംഫ് എന്ന് പറയും. എന്നാൽ ബട്ടർഫ്ലൈയുടെ ലാർവയാണെങ്കിൽ ദേ ആർ വെരി ഡിഫറെന്റ് ഫ്രം ദ അഡൽട്ട് അല്ലെ. അതുകൊണ്ട് നമ്മൾ അതിനെന്താ പറയാ, കാറ്റർ പില്ലർ എന്ന് പറയും. എന്നിട്ട് അങ്ങനെ കാറ്റർ പില്ലറൊക്കെ മാറി, അല്ലെങ്കിൽ നിംഫ് ആയാലും അതൊക്കെ മാറി, അത് ഫൈനലി ടേൺസ് ഇൻ ടു ദ അഡൽട്ട്. അപ്പോ എന്ത് ടൈപ്പ് ഡെവലപ്മെന്റ് പറയും, ഇൻഡയറക്റ്റ് ഓർ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ഈസ് പ്രസന്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇൻഡയറക്റ്റ് ഓർ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ഈസ് പ്രസന്റ് എമംഗ് ദ ആർത്രോപോഡ്സ്. ഇനി നമ്മളിവിടെ പറഞ്ഞില്ലേ എഗ്സ് ലേ ചെയ്യുന്നു എന്ന്. എന്നാൽ ചില ആർത്രോപോഡ് എഗ്സ് ലേ ചെയ്യല്ല, ദേ ഡെലിവർ ദ യങ് വൺസ് ആൻഡ് ഗീവ് ദ പാരന്റൽ കെയർ. നോക്കിയതാരത്, സ്കോർപിയോൺ. ഓക്കെ, ഇനിയും വേറൊരു ഡിഫറൻസും കൂടി ഉണ്ട്. ഇൻ സർട്ടൺ ആർത്രോപോഡ്സ് ദേ that reproduce by parthenogenesis. Parthenogenesis എന്ന് വെച്ചാൽ എന്താ, ഡെവലപ്മെന്റ് ഓഫ് ovum into a organism without fertilization. ഓക്കെ, ഒരു ഓവം ഡെവലപ്പ് ചെയ്തിട്ട് ഒരു കുഞ്ഞുണ്ടാവുക വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അത് നടക്കുന്നത് ഇപ്പം ഹണി ബീസിലൊക്കെ ആണീച്ചകൾ ഉണ്ടാവുന്നത് ഈ പാർത്തനോജെനിസിസ് വഴിയാണ്. അതായത് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ദ ഓവം ഡെവലപ്സ് ഇൻ ടു മെയിൽ ബീസ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഈയാമ്പാറ്റേനെ കണ്ടിട്ടില്ലേ, അത് പെട്ടെന്ന് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഈയാമ്പാറ്റ പ്രൊഡക്ഷൻ നടക്കുന്നത് പാർത്തനോജെനിസിസ് വഴിയാണ്. ഇപ്പൊ പാർത്തനോജെനിസിസ് ഇവരുടെ ഒരു എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, അത് സെക്ഷൽ തന്നെ, സെക്സലിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, എന്നാൽ ഇൻകംപ്ലീറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ കണ്ടില്ലേ, ഒരു വളരെ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആർത്രോപോഡ്സ്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിനെ ആകെ 4 ഹെഡിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഏതൊക്കെയത്, എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയ ആർത്രോപോഡുകൾ ഏതൊക്കെയാണ്. ഓക്കെ, അതുപോലെ പെസ്റ്റ്. എന്താ പെസ്റ്റ്, നമുക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, കീടാണുക്കൾ ഉണ്ടാക്കുക. ഓക്കെ, അതിനുള്ളൊരു എക്സാമ്പിളാണ് ലോക്കസ്റ്റ്. ഈ പാഡി ഫീൽഡ്സിൽ നമ്മൾ ചാഴി എന്നൊക്കെ പറയില്ലേ, അതിൽ വരുന്നതാണ്. ഇത് പഠിച്ചിരിക്കണം കേട്ടോ, പെസ്റ്റ്. അപ്പൊ ക്രോപ്പ് പ്രൊഡക്ഷനെ കുറയ്ക്കുക. ദെൻ വെക്ടേഴ്സ്. വെക്ടേഴ്സ് ആരാ, മൊസ്കിറ്റോസ്. വെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ, ദേ ആർ ട്രാൻസ്മിറ്റിംഗ് ഡിസീസസ്. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ മൊസ്കിറ്റോസ് ആണ്. പിന്നെ ഒരു ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളെയും കൂടി തന്നിട്ടുണ്ട്, ലിമുലസ് ഈസ് ദ എക്സാമ്പിൾ. നമുക്കൊന്ന് പടത്തിൽ കൂടെ പോവാം. ഹണി ബി, ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഇതിന്റെ പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അപ്പോഴത്തേക്കും കൂടി ആയിട്ട് ഒന്ന് ഓർത്ത് നന്നായി പഠിച്ചു വെച്ചേക്കുക. ഹണി ബി, ഇറ്റ് ഈസ് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്റ്റ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ട് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ്, നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായ ഹെൽപ്പ് കിട്ടുന്നത് എന്താ,
നമുക്ക് ഹണി ആൻഡ് വാക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹണി ആൻഡ് വാക്സ് ഇഫ് ദേ ആർ reared and cultured, and that process is called apiculture. And they are very good pollinators. ഇവരില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം പോലും ഇല്ലാണ്ടാവും. കാരണം പോളിനേറ്റേഴ്സ് ആണ് ഇവർ ബെസ്റ്റ് ആയിട്ട്. ഇവരുടെ മേലൊക്കെ കണ്ടോ, അപ്പൊ വാസ്പ്, കടന്നൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതും ഈ തേനീച്ചയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഇതുമില് കണ്ടോ, നിറച്ച് എയേഴ്സ് ആണ് കാണുക. ഈ കാലുമലും ഒക്കെ കാണും. ഇത് വല്ലാതെ പോളൻ കളക്ട് ചെയ്യുന്ന ടൈപ്പാണ്. ഇതൊന്ന് വല്ലയിടത്തും കയറി ഇറങ്ങി പോയാൽ ഇതിൻ്റെ ഈ രോമത്തുമ്മലൊക്കെ കയറി പോളൻ പിടിച്ചിരിക്കും. ആൻഡ് അതിൻ്റെ ഫുഡ് തന്നെ പോളനാണ്. അത് കൊണ്ടുപോയി ഈ ബീ ഹൈവ്സിൽ കൊണ്ടുപോയി അതിൻ്റെ ക്വീനിനും ബാക്കി ആൾക്കാർക്കും ലാർവയ്ക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുപോയി കളക്ട് ചെയ്യുന്നത്. അതുവഴി അത് ഇതും കൂടി നടത്തും, പോളിനേഷനും കൂടി നടത്തും. Then it lead a social life with a good division of labor. കണ്ടില്ലേ, ഒരു ക്വീൻ ഉണ്ടായിരിക്കും, പിന്നെ കുറേ വർക്കേഴ്സ് ഉണ്ടാവും. ദെൻ മെയിൽ ബീസ്, ദ ഡ്രോൺസ് ഉണ്ടാവും. ഇവരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പാർത്തനോജെനിസിസ് വഴി ഉണ്ടാവുന്നു എന്ന്. ഓക്കെ, ദാറ്റ് ഈസ് ഹണി ബി എപ്പിസ്. ദെൻ സിൽക്ക് മോത്ത്, ഇറ്റ്സ് ഓൾസോ, ഇതും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് വരുന്നതാണ്. ഇതും ഒരു എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ എക്കണോമിക്കലി ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുക. കണ്ടില്ലേ എന്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസെക്ട്. അതുപോലെ എന്തൊരു ഭംഗിയ ഇതിൻ്റെ ഈ കൊക്കൂൺ കണ്ട. അപ്പം ഇതിൻ്റെ ലാർവ, എഗ്സ്, ഇത് ഹാച്ച് ചെയ്ത് വരുന്ന ലാർവയാണ്, കാറ്റർപില്ലേഴ്സ് ആണ്. അവര് മൾബറി ലീവ്സ് അത് കഴിച്ചിട്ടാണ് അവർ കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് ഫൈനലി ദേ റീച്ച് ഇൻ ടു എ മെറ്റമോർഫോസിസ് സ്റ്റേജ്. അപ്പോൾ അതാണ് കൊക്കൂൺ അല്ലേ. ഈ കൊക്കൂൺ എന്ന ഒരു ഇതിൽ നിന്നാണ്, ഇതിലുള്ള ഈ സിൽക്കി ത്രെഡാണ് നമുക്ക് സിൽക്കായിട്ട് എടുക്കുക. അപ്പം ദാറ്റ് ഈസ് സിൽക്ക് പ്രൊഡക്ഷൻ. സിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന വേറെ പേര് സെറികൾച്ചർ. ദെൻ ലാക്ക് ഇൻസെക്ട്, എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയ വേറെ ഒന്നാണിത്. ലാക്സിഫർ, ലാക്ക് എന്ന് പറയും, ലാക്ക് ഇൻസെക്ട്. ഇതിങ്ങനെ മരത്തുമ്മലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ചുറ്റിനും കുറച്ച് സെക്രീഷൻസ് അത് ഉണ്ടാക്കും. ഈ സെക്രീഷന് ലാക്ക് ഡൈ, റെസിൻ സെക്രീഷൻ എന്ന് പറയും, ലാക്ക് ഡൈ. അത് ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കും, പോളിഷ് ചെയ്യാനോ കോസ്മെറ്റിക്സിലോ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല നമ്മൾ അരക്ക് വെക്കുക എന്ന് കേട്ടിട്ടില്ലേ, നമ്മൾ വല്ലതൊക്കെ സീൽ ചെയ്യാനൊക്കെ, ആ സംഭവം ഇത് തന്നെയാണ്, ലാക്ക് ഇൻസെക്ട്, ലാക്സിഫർ. ഇനി വെക്ടേഴ്സിനെ നോക്കിയാൽ ട്രാൻസ്മിറ്റിംഗ് ഡിസീസസ് അല്ലെ. ക്യൂലെക്സ് ഏത് ഡിസീസാ? ഫൈലേറിയാസിസ്. അനോഫിലസ് ദാറ്റ് ഈസ് മലേറിയ, മലമ്പനി. ഇയാളെയാണ് നമുക്ക് കൂടുതൽ പരിചയം അല്ലേ, ഈ പുള്ളിക്കുത്തൊക്കെ ആയിട്ടുള്ള എഡിസ് മോസ്കിറ്റോ അറിയാലോ. അപ്പോൾ ഡെങ്കിപ്പനി, H1N1 അതിൻ്റെയൊക്കെ പ്രധാന ആളാണ്. ദെൻ ദ വെക്ടേഴ്സ്. Then the last one, the living fossil. Living fossil എന്ന് പറയുമ്പോൾ എന്താ? റിമെയിൻ അൺചേഞ്ച്ഡ് ഫോർ എ ലോങ് പീരീഡ്. കുറേ കാലമായി ഇവർ ഇതേ ക്യാരക്ടേഴ്സും വെച്ച് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയി, വലിയ മാറ്റമൊന്നും ഇല്ലാണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് റിലേറ്റീവ്സ് ഒക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ ലെസ്സർ റിലേറ്റീവ്സ് നൗ പ്രസന്റ്. എക്സാമ്പിൾ ലിമുലസ്, കിങ് ക്രാബ്, ഹോഴ്സ് ഷൂ ക്രാബ് എന്നൊക്കെ ഇതിന് പറയും. ഓക്കെ, അപ്പം ഇത് എക്സ്റ്റിങ്ക്റ്റ് ചെയ്ത് പോകാതെ എത്രയോ വർഷങ്ങളായി ലോകത്ത് നിലനിൽക്കുന്ന ഒരു ടൈപ്പ് ആർത്രോപോഡാണ്. അപ്പം നമ്മളിവിടെ ഓർക്കേണ്ട വേറൊരാൾ നമ്മുടെ കോക്രോച്ചും കൂടിയാണ് കേട്ടോ. കോക്രോച്ചും ഒരു ലിവിങ് ഫോസിലാണ് ആയിട്ടാണ് കരുതുന്നത്. ബിക്കോസ് ദേ characters, features are also remain unchanged for a long period. Okay, thank you.